നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ നീളുന്ന വിശേഷം കേട്ടോ വൈകുന്നേരം നമ്മൾ കാണാനായിട്ട് പോകുന്നേ. എല്ലാ ദിവസവും അരമണിക്കൂറായിരുന്നല്ലോ. അതോടൊപ്പം തന്നെ ഞാൻ ഇതിന് ശേഷം അലീനയുടെ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ മുതൽ അലീനയുടെ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാനായിട്ട് ഇഷ്ടമുള്ളവർ കയറി കാണണം, സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്തെങ്കിലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വേദ വിക്രത്തോട് പറഞ്ഞു, വിക്രു ഈ സാരിയിലൊന്ന് പിടിക്കാൻ പറയണം. അത് കേട്ട വിക്രത്തിന് ദേഷ്യം വന്നു. പിന്നെ സാരിയെ പിടിക്കുക, എനിക്കതല്ലായിരുന്നോ ജോലി എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, എന്താ വിക്രം ഇങ്ങനെ പറയണേ? അതെ, വിക്രത്തിന് മുറിയിലേക്ക് ചെന്ന് നോക്ക്. ആ അലമാരിക്കകത്ത് വിക്രത്തിന് ഡ്രസ്സൊക്കെ ഞാൻ നന്നായിട്ടല്ലേ മടക്കി വെച്ചിരിക്കുന്നേ, എല്ലാം അലങ്കോലപ്പെടുത്തിയാണോ ഇട്ടിരിക്കണേ എന്നൊക്കെ ചോദിക്കണം. അതേട്ടൻ വിക്രം പറഞ്ഞു, നിന്നോട് ആരെങ്കിലും പറഞ്ഞോ മടക്കി വെക്കാനിട്ട്? ഞാൻ പറഞ്ഞു, ഇല്ലല്ലോ, അതവിടെ ഇട്ടേക്കാൻ വല്ലായിരുന്നോ? നീ പിന്നെ എന്തിനാടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മടക്കിയെന്ന് ചോദിക്കുവാണ്. വേദ പറഞ്ഞു, അതെ സ്നേഹം ഉള്ളതുകൊണ്ടാന്ന് പറയണം. സ്നേഹമോ? അത് കൊള്ളാലോ, നിനക്ക് സ്നേഹമോ? അതെ, ഈ വെട്ടുപോത്തിനെ പോലെ ഇരിക്കുന്ന നിങ്ങളുടെ മോന്തയും അത് മാത്രമല്ല പാറപ്പുറത്ത് ഇട്ട് വയ്ക്കുന്നുള്ള ഈ സൗണ്ടും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനുവേ എൻ്റെ മനസ്സാകുന്ന കുരുവിക്കൂട്ടിൽ നിന്ന് ഒരു ഇണക്കുരുവി ഇങ്ങനെ പറന്നിറങ്ങി അങ്ങോട്ട് പോയി. എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയണം. ഇത് കേട്ടൻ വിക്രം, അയ്യേ ഇതെന്ത് വളിച്ച കോമഡി അടി പറയണമെന്ന് ചോദിക്കാം. ആര് പറഞ്ഞു കോമഡിയാന്ന്? മര്യാദയ്ക്ക് പിടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കണം. അവസാനം വിക്രം പറഞ്ഞു, ഓഹ് എൻ്റെ ദൈവമേ, ഏത് നേരത്താണോ ഇതിനകത്ത് പെട്ടുപോയത്? ഇതിനേക്കാളും ഭേദം ഇതിലൂടെയെല്ലാം ഓടി രക്ഷപ്പെടുന്നതായിരുന്നു. ഓഹ് ഇതിനകത്ത് കയറാൻ തോന്നിയ സമയം എന്നൊക്കെ പറയണം. അവസാനം സാരിയുടെ തുമ്പിൽ ഇങ്ങോട്ട് പിടിക്കുകയാണ്. ഇങ്ങനെയാണോ വിക്രു മടക്കാൻ വേണ്ടി പിടിക്കുന്നത്? നന്നായിട്ട് സ്ട്രോങ് ആയിട്ടൊക്കെ ഒന്ന് പിടിക്കുക. എന്തേ ഇങ്ങനെ മടക്കി കൂട്ടി അല്ല മടക്കി വെക്കണേന്ന് പറയണം. അവസാനം വിക്രത്തിലേക്ക് പിടിച്ച് വലിക്കുകയാണ്. അങ്ങനെ വലിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വേദ പെട്ടെന്ന് വന്ന് വിക്രത്തിന്റെ ദേഹത്തേക്ക് വീഴണം. ആ വീഴ്ചയിൽ എന്ത് ചെയ്താണ്, വിക്രത്തിന് നെറ്റിയിലേക്ക് നെറ്റി ഇടിക്കുകയാണ്. രണ്ടുപേരുടെ നെറ്റി നന്നായിട്ട് വേദനിച്ചു. പെട്ടെന്ന് വേദനിച്ചു. നിങ്ങൾ എന്നെ കൊല്ലാൻ പോവാണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടൻ വിക്രം പറഞ്ഞു, നീ എന്നെയല്ലേ കൊല്ലാൻ പോയത്? പിന്നെ ഇരുമ്പുരുക്കെ വന്ന് ഇടിച്ച പോലെയാണ് എൻ്റെ നെറ്റി നന്നായിട്ട് വേദന എടുത്തെന്ന് പറയണം. ഇത് കേട്ട് ഞാൻ വിക്രം പറഞ്ഞു, ഇത്തിരി വേദനയൊക്കെ ഇത്തിരി നല്ലതെന്ന് പറയണം. അപ്പോഴേക്കും വേദ പറഞ്ഞു, അതെ ഒന്നിടിച്ചാലേ ഇനി ഒന്നുകൂടെ ഇടിച്ചേക്കാന്ന് പറയണം. ഒന്നുകൂടെ ഇടിക്കാനോ? നിനക്കത് തലയ്ക്ക് ഭ്രാന്താണോന്ന് ചോദിക്കും. അതെ, നിങ്ങളെ സന്തോഷ് സുബ്രഹ്മണ്യ സിനിമ കണ്ടാണോ? അതിനകത്ത് കണ്ടിട്ടില്ലേ ജലീല ഡിസൂസയുടെ കണ്ടില്ലേ? അവള് പറയുന്നത് കേട്ടിട്ടുണ്ടോന്ന് ചോദിക്കാം. പക്ഷെ നിങ്ങൾക്ക് ആ ജയന്റെവിയുടെ ഗ്ലാമറും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഒന്നുകൂടെ നിങ്ങളുടെ നെറ്റിയിലേക്കൊന്നും ഇടിപ്പിച്ചേക്കാം, അല്ലെ ചിലപ്പോൾ കൊമ്പ് മുളയ്ക്കുമെന്ന് പറയണം. കൊമ്പ് മുളയ്ക്കുമെന്നോ പറഞ്ഞു തീരുവല്ല. വേദ പോയി ഒരു ഇടിയും കൂടെ കൊടുക്കുവാണ് വിക്രത്തിന് നെറ്റിയിലേക്ക്. ഇനി കൊമ്പ് മുളയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ട്, ഇടി നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വിക്രം വേദയെ ഓടിക്കുവാണ്. വേദ നേരെ അടുക്കളയിലേക്ക് ഓടി പോവാണ്. ഈ സമയത്ത് രാധയാകെപ്പാടെ ടെൻഷൻ അടിച്ചാണ് നേരെ MD ഫിനാൻസിൻ്റെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പം ജീന പറഞ്ഞ്, നമുക്ക് സംസാരിച്ച് നോക്കാം, അയാളോട് മാനേജറോട് സംസാരിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി ചെല്ലുവാണ്. മാനേജർ ചോദിച്ചു, എന്ത് വേണമെന്ന് ചോദിക്കാം. സാർ എൻ്റെ ഓട്ടോറിക്ഷ. അപ്പോൾ ഓട്ടോ താഴെ കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ കിടക്കുന്ന കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി രാധയ്ക്ക്. ഓട്ടോറിക്ഷ ഉണ്ട്, എന്താ വേണമെന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ കൊണ്ടുപോകാനായിട്ട്. അതെ, പൈസ അടച്ചാൽ മാത്രം ഓട്ടോറിക്ഷ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറയാം. നിങ്ങൾ പൈസ അടയ്ക്കുക. 2-3 മാസത്തെ കുടിശ്ശിക ഉണ്ടല്ലോ, പെൻഡിങ് അല്ലേ? അല്ല സാറേ, അത് ഞങ്ങൾക്ക് തരണമെന്ന് പറയാം. തരണമെങ്കിൽ പൈസ അടയ്ക്കാൻ പറഞ്ഞല്ലോ. പിന്നെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പെയർ കീ ഞങ്ങൾ മേടിക്കുന്നത്. അതുകൊണ്ട് ഏത് നിമിഷം വേണേലും പണം അടയ്ക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് എടുത്തുകൊണ്ട് വരാമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല രാധയ്ക്ക്. രാധ പറഞ്ഞു, സാറേ ഉടനെ എന്നെ ഉണ്ടാക്കി അടയ്ക്കാം, നാളെ തന്നെ അടയ്ക്കാമെന്ന് പറയാം. ആദ്യം അടയ്ക്കുക, എന്നിട്ടല്ലേ ബാക്കി കാര്യം. അപ്പോഴേക്കും ജീന പറഞ്ഞു, സാറേ അവൾ അടയ്ക്കും, എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം. ആഹാ അങ്ങനെയാണോ? അന്നൊരു കാര്യം ചെയ്യുക, കൂട്ടുകാരിക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ കൂട്ടുകാരുടെ ബുക്കും പേപ്പറും വെച്ച് ആ പൈസ അങ്ങോട്ട് അടയ്ക്കുക, കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമായില്ലേന്ന് ചോദിക്കുക. അപ്പോഴേക്കും ജീന പറഞ്ഞു, എൻ്റെ ബുക്കും പേപ്പറും ഇവിടെയാ സാറേ എന്ന് പറയാം. അപ്പം പിന്നെ കൂടുതലൊന്നും പറയാതെ സ്റ്റാൻഡ് വിട്ടേ രണ്ടുപേരും കൂടെ പൈസ ആയിട്ട് ഇങ്ങോട്ട് വന്നാൽ മാത്രം ഓട്ടോറിക്ഷ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അവർ രണ്ടുപേരും കൂടെ അവിടുന്ന് ഇറങ്ങി പോവാണ്. പൈസ അടയ്ക്കാതെ വേറെ നിവൃത്തിയില്ലോ. അപ്പോഴേക്കും ജീനി വെച്ച് ഇനി എന്ത് ചെയ്യും, എന്തേലും ചെയ്യണം, ഞാനൊന്ന് നോക്കട്ടെ, എന്തേലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ എന്നൊക്കെ രാധ പറയാണ്. ആ സമയത്ത് വേദ അടുക്കളയിലായിരുന്നു. വേദ അടുക്കളയിൽ വിക്രമാണെങ്കിൽ അവിടെ നിൽക്കുന്ന കണ്ടപ്പോഴത്തേനും വേദ ചോദിച്ചു, അല്ല എന്താ വിക്രം, ഫുഡ് വേണോ, വിശക്കുന്നുണ്ടോയെന്ന് ചോദിക്കണം. എനിക്കോ വേണ്ടാന്ന് പറയണം. ഈ സമയത്ത് വിക്രം പറഞ്ഞു, അതെ എനിക്ക് നിന്റെ ഫുഡും ഒന്നും വേണ്ട, എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മാത്രം മതി എന്ന് പറയണേ. വെറുതെ വിട്ടാൽ മതിയെന്നോ? വിക്രത്തിന് പറിച്ചില്ലാതായിട്ടാ തോന്നൂല്ലോ ഇപ്പം ഞാൻ ഏതാണ്ട് കാണിച്ചെന്ന്. അതെ വേണമെങ്കിൽ മതി എന്ന് പറയണം. എനിക്കങ്ങ് വേണ്ടാന്ന് പറയണം. വേണ്ടെങ്കിൽ വേണ്ട, അവിടെ ഇരുന്നോ, പട്ടിണി ഇരുന്നോളാനൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം വിക്രം പറഞ്ഞു, ആഹാ അങ്ങനെയാണോ?
എനിക്ക് വിശക്കുമ്പോഴേ എനിക്കറിയാം ഉണ്ടാക്കി കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ജാട ഇടുവാണ് വിക്രം. അങ്ങനെയാണെ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് വേദ പറഞ്ഞു, അല്ല നിങ്ങൾ ഇനി ഇവിടെ ഒരിടത്തും പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ, അല്ല നിങ്ങൾ ഇതിനകത്ത് പെട്ടിരിക്കുമല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മച്ചു പൊളിച്ച് മച്ചിൻ്റെ ഓട് പൊളിച്ച് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ലോ എന്നൊക്കെ പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു, നീ കൂടെ എന്നെ കളിയാക്കൊന്നും വേണ്ടെന്ന് പറയാണ്. ഈ സമയം വിക്രം ഇങ്ങനെ ആലോചിച്ചു, അവൾ എന്താ പറഞ്ഞേ, മച്ചു പൊളിച്ച് പുറത്തു പോകുന്ന കാര്യം. അത് കൊള്ളാലോ. വിക്രം ഇങ്ങനെ ആലോചിച്ചു, എന്താ വിക്രു കഠിനമായ ചിന്തയിലാണല്ലോ എന്ന് പറയണം. ഇപ്പൊ പിടികിട്ടി. എടീ നീ എന്നോടാ കളിക്കുന്നതല്ലേ, ഈ വിക്രം ആരാ നിനക്ക് മനസ്സിലായിട്ടില്ല, ഞാനിപ്പോഴേ ഓട് പൊളിച്ച് പുറത്തു പോകാൻ പോവാന്ന് പറയണ. ഓട് പൊളിച്ചോ? അതെ, ഈ മച്ചു വഴി അങ്ങോട്ട് കയറുവാണെങ്കിലേ ഓട് പൊളിക്കാനായിട്ട് പറ്റുമെന്ന് പറയണ. നീ ആരോടാ കളിച്ചതെന്ന് നിനക്കറിയാലോ, ഇപ്പൊ നിന്നെ ഞാൻ കാണിച്ചു തരാടി എന്നൊക്കെ പറയണ. അങ്ങനെ എന്ത് ചെയ്യുവാണ്, നേരെ വിക്രം അങ്ങോട്ടേക്ക് ഓടി പോവാണ്. അങ്ങനെ പോയിട്ട് ഓട് പൊളിക്കാണ്ട് അങ്ങോട്ട് കയറാൻ തുടങ്ങണം. അപ്പോഴേക്കും വേദ കയ്യിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു, വേണ്ട വിക്രു, എന്തേ പുറത്ത് പോകരുത്, പുറത്ത് പോയി ഞാനിവിടെ തന്നെ ഇരിക്കാം, എനിക്ക് പേടിയെന്നറിയാം. എടി നീ തന്നെ ഇരിക്കണം, നീ ഇവിടെ തന്നെ ഇരുന്നാലല്ലേ എനിക്ക് സന്തോഷമാകത്തുള്ളൂ, നീ ഇവിടെ തന്നെ ഒരു രാത്രി കിടക്ക്. പിന്നെ ഒരു കാര്യമുണ്ട്, അപ്പുറത്ത് നമ്മുടെ വീടിൻ്റെ പുറയിലാ പറമ്പിലേ, അവിടെ ഒരു പൊതു ശ്മശാനമാണ്, എത്ര ശവശരീരങ്ങളാണെന്നറിയാം കുഴിച്ചിട്ടിരിക്കുന്നത്, രാത്രിയിൽ ഇങ്ങനെ പ്രേതങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കും, ഇതിലൂടെ വന്ന കഥകയിലൊക്കെ മുട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദയെ പേടിപ്പിക്കുകയാണ്. വേദ പറഞ്ഞു, പോ വിക്രം അവിടുന്ന്. എന്നാ പോ വിക്രം എന്നും പറഞ്ഞിരുന്നാ മതി. അമ്മയും അച്ഛനൊക്കെ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടെന്നറിയോ, പ്രേതവും പിശാചും ഇവിടെ ഉണ്ടെന്ന്, രാത്രിയിൽ അവർ നിന്റെ ചോര കുടിക്കാൻ വരൂടി. പിന്നെ നിനക്ക് കുഴപ്പമില്ലോ, നീ വടയേഷ്യാന്നല്ലേ പറഞ്ഞേ, അതുകൊണ്ട് നിന്റെ ചോര കുടിക്കില്ലായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ വേദയ്ക്ക് ആകെപ്പാടെ ടെൻഷൻ. വേദ പറഞ്ഞു, ഇത് വിക്രം പോവരുത്, ഞാൻ തനിച്ചോളെന്ന് പറയാം. എടി നീ ഇവിടെ കിടക്ക്, ഇനിയിപ്പം നാളെ അച്ഛനും അമ്മയും വന്നിട്ട് പനിച്ച് കിടക്കുന്ന നിന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും, എന്താണെങ്കിലും നിനക്ക് പനി പിടിക്കും പേടിച്ച്, പ്രേതത്തെ പിശാചം കണ്ടു കഴിയുമ്പോൾ പനി പിടിക്കാത്ത ആൾക്കാരൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നീ ഇവിടെ കിടക്ക്, ഞാൻ സുഖമായിട്ട് പുറത്തു പോയി ഫുഡൊക്കെ കഴിച്ച് ഞാൻ അവിടെ എവിടെയെങ്കിലും തങ്ങി വർക്ക്ഷോപ്പിലാണ്ടും പോയി കിടന്നിട്ട് നാളെ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറയണം. വിക്രം പോവരുതെന്ന് പറഞ്ഞുകൊണ്ട് വേദ പുറകെ ചെല്ലുവാണ്. പക്ഷെ വിക്രം കേട്ടില്ല. വിക്രം ഓടിപ്പോയി എന്ത് ചെയ്യണം, കോവണി അങ്ങോട്ട് കയറി രക്ഷപ്പെടാനായിട്ട് അങ്ങോട്ട് ശ്രമിക്കുകയാണ്. വേദ അങ്ങോട്ട് പോയി. വേദ പോയിട്ട് പറഞ്ഞു, വിക്രം പോകലെന്ന് പറഞ്ഞിട്ട് കാലെ പിടിക്കാണ്ട് തുടങ്ങുവാണ്. പെട്ടെന്ന് വിക്രം എന്ത് ചെയ്യണം, കാല് തെറ്റി താഴേക്ക് വരുവാണ്. വേദയെ ഉരുട്ടിയടിച്ച് വിക്രം ദേഹത്തേക്ക് വീഴുവാണ്. ഒരു നിമിഷം വിക്രത്തിൻ്റെ വേദയുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി. ആ സമയം ഒരു പാട്ടൊക്കെ വരുന്നുണ്ട്, നല്ല രസമാണ് അവരുടെ നോട്ടവും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. അപ്പോഴേക്കും വിക്രം പെട്ടെന്ന് ഇങ്ങനെ വേദയുടെ കണ്ണിലേക്ക് നോക്കുവാണ്. വേദ പെട്ടെന്ന് അങ്ങ് ചാടി എഴുന്നേറ്റ് മാറുവാണ് ഒരു നിമിഷത്തെ എഴുതിന് ശേഷം. പക്ഷെ വിക്രം അപ്പോഴും അതിൽ നിന്ന് മുക്തനായിട്ടുണ്ടായിരുന്നില്ല. വിക്രം വേദയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് വേദ പറഞ്ഞു, കണ്ടില്ലേ ഇപ്പൊ കണ്ടില്ലേ, ഞാൻ വടയേഷ്യാന്നല്ലേ നിങ്ങൾ പറഞ്ഞേ, ഞാൻ നിങ്ങളെ ആവാഹിച്ച് താഴേക്ക് വരുത്തിയതാ, കണ്ടു, ഒരു മന്ത്രം ഞാൻ 100 തവണ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല, നിങ്ങൾ ഇനിയും വീണോണ്ടേ ഇരിക്കും, ഓം ക്രീം കുട്ടിച്ചാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് വേദ കൈയൊക്കെ എടുത്ത് ഇങ്ങനെ വിക്രത്തിന് നേരെ ആക്ഷൻ കാണിക്കുകയാണ്. പക്ഷെ വിക്രം അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല, വേദയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. വേദ പറഞ്ഞു ഒന്നും വിക്രം കേട്ടില്ല. പെട്ടെന്ന് വേദ ചോദിച്ചു, എന്താ വിക്രു, നീ എന്താ എന്നെ ഇങ്ങനെ നോക്കണം ചോദിച്ചോണ്ട് പിടിച്ച് കുലുക്കുവാണ്. പെട്ടെന്ന് വിക്രം എന്നും പറഞ്ഞ് ഞെട്ടി ഉണരുവാണ്. എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്, ഇതേ നമ്മൾ രണ്ടും തന്നെയുള്ളൂ, വേണ്ടാത്ത എന്തേലും ദുരുദ്ദേശം മനസ്സിലുണ്ടെങ്കിൽ ഇപ്പോഴേ അതങ്ങോട്ട് മാറ്റി വിട്ടേക്ക് എന്ന് പറയണം. ഒന്ന് പൊയ്ക്ക് അവിടെ നിന്നൊക്കെ പറഞ്ഞ് വിക്രം പറയണം. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ, വിക്രുവിൻ്റെ നോട്ടം കണ്ടിട്ട് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നണില്ല എന്നൊക്കെ വേദ പറയണം. വിക്രം ആകെപ്പാടെ ഒന്ന് ചമ്മിപ്പോയി. പിന്നീട് വേദ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ്. നിങ്ങൾക്ക് ആഹാരം വേണോ, എനിക്കൊന്നും വേണ്ടാന്ന് പറയണം. വേണ്ടെങ്കിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വേദ അങ്ങോട്ടേക്ക് പോയി. ഈ സമയം വിക്രം ഓർത്ത്, വേണ്ടിയിരുന്നില്ല, എൻ്റെ ദൈവമേ ആകെപ്പാടെ നാണക്കേടായി പോയല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ്. പിന്നീട് ഓട്ടോ സ്റ്റാൻഡിൽ പോയിട്ട് ജീനയുടെ ഓട്ടോറിക്ഷ കയറി രാധ ഇരിക്കുകയാണ്. ആ സമയത്ത് ജീന പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് നിന്റെ പ്ലാൻ എന്ന് ചോദിക്കാം. എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്, ആകെപ്പാടെ ടെൻഷനാന്ന് പറയണം. പൈസയ്ക്ക് പൈസ തന്നെ വേണ്ടേ. അപ്പോഴേക്കും ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിച്ചു, അതെ ഒരു ഓട്ടം പോകണമെന്ന് പറയാം. ജീന പറഞ്ഞു, ഓട്ടം പോകത്തില്ല എന്ന് പറയണം. ഓട്ടം പോകത്തില്ല എന്നേ, അതെ ഓട്ടം പോകുന്നില്ല എന്ന് പറയണം. ഓട്ടം പോകുന്നില്ല പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ ഓട്ടം കൊണ്ട് ഇട്ടിരിക്കുന്നത്, അത് എൻ്റെ ഇഷ്ടം, നീ നിന്റെ വഴിക്ക് പോടാന്നൊക്കെ ജീന പറയണം. അയാൾ പിന്നെ അടുത്ത ഓട്ടോറിക്ഷ വിളിച്ച് പോവാണ്. അപ്പോഴേക്കും രാധ പറഞ്ഞു, നീ എന്തിനാ ജീന ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ, ഉള്ള ഓട്ടം കളയേണ്ട കാര്യമുണ്ടോ, ഞാനിവിടെ ഇരിക്കുമെന്ന് വെച്ചാൽ എനിക്ക് കൂട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയണം. അതൊന്നുമല്ല, നിന്നെ ഇവിടെ തനിച്ചെടുത്തിട്ട് ഞാനിങ്ങനെ ഓട്ടം പോകുന്നേ, അത് കുഴപ്പമില്ല, ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാം എന്ന് പറയാം. വീട്ടിൽ പോയി നിനക്ക് സമാധാനം ആവും വരാതെ, നീ അവിടെ പോയി ടെൻഷൻ അടിച്ചിരിക്കത്തല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഓട്ടം പോകുന്നില്ല എന്ന് വെച്ചാൽ. അല്ല നിന്റെ പ്ലാൻ എന്താന്ന് ചോദിക്കുക. എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം, എന്നൊരു കാര്യം ചെയ്യാം, നീ വിക്രമേട്ടനെ വിളിക്കാൻ പറയണം. വിക്രമേട്ടനെ വിളിച്ചിട്ടോ, അല്ല വിക്രമേട്ടന് വേണ്ടിയിട്ടല്ല നീ ആ പൈസയൊക്കെ വാങ്ങിയത്, അങ്ങനെയാണെങ്കിൽ വിക്രമേട്ടനോട് തന്നെ ചോദിക്കേ. അത് ശരിയാകത്തില്ല, വിക്രമേട്ടനോട് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്, ജാമ്യത്തിൽ ഇറക്കാനായിട്ട് പൈസ കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് അത് ചോദിക്കുന്നത് ശരിയാണെന്ന് ചോദിക്കണം.
എടി നീ വക്കീലിന് പൈസ കൊടുത്ത കാര്യം വിക്രമേണ്ണൻ അറിയത്തില്ലേ? അപ്പം നിനക്ക് ഇങ്ങനെ ഒരു കഷ്ടം വന്നു കഴിയുമ്പോൾ വിക്രമേണ്ണൻ രക്ഷിക്കേണ്ട ബാധ്യയില്ലേന്ന് ചോദിക്കുക. നീ വിളിക്കുക, അല്ലേ വേണ്ട ഞാൻ തന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ജീന ഫോൺ എടുക്കുവാണ് വിളിക്കാൻ. പെട്ടെന്ന് രാധ കയ്യിലേക്ക് കയറി പിടിച്ചു. വേണ്ട ഞാൻ വിളിച്ചോളാം എന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്യുവാണ്? രാധ വിളിക്കുവാണ്. രാധ വിളിച്ചു കഴിയുമ്പോൾ കോൾ എടുക്കുന്നില്ല. കാരണം കോൾ എടുക്കുന്നില്ല എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയിട്ടുണ്ടായിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയണേന്ന് പറയാം. അല്ല ഇത് പതിവുള്ളതല്ലോ. അല്ല എന്താ സംഭവിച്ചെന്ന് അറിയില്ല എന്ന് പറയാം. അത് കേട്ടപ്പോൾ ജീന പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരു കണക്കിന് നന്നായി വിക്രമേട്ടൻ കോൾ എടുക്കാത്ത, അല്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നേ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ അത് വിക്രമേട്ടനോട് പറയും? എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറയണം. ഞാനങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാണക്കേടല്ലേന്ന് ചോദിക്കാം. പിന്നെ നാണക്കേടും വിചാരിച്ചുകൊണ്ട് നീ ഇവിടെ ഇരുന്നോ എന്നൊക്കെ പറയണം. അതല്ല ജീന, നിനക്കത് മനസ്സിലാകത്തില്ല. വിക്രമേട്ടൻ എന്നെ ഇഷ്ടമാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അത്രയും സ്നേഹിക്കുന്നുണ്ട്. അപ്പം നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് തിരിച്ചു ചോദിക്കാന്ന് പറഞ്ഞാൽ അതെന്നെ സംബന്ധിച്ചെടുത്ത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നൊക്കെ പറയണം. പിന്നീട് വിക്രമാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുക. വിക്രത്തിന് വിശക്കാൻ തുടങ്ങി. ഇനി എന്താ ചെയ്യണ്ടേ? വിശക്കാനും തുടങ്ങി. അവളോട് ആഹാരം വേണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര ജാട ഇടുകയും ചെയ്തു. ഇനി എങ്ങനെ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നേ? ഇനിയിപ്പം ഇവിടേക്ക് തന്നെ എന്തിനാ എന്നൊക്കെ എഴുതി പതുക്കെ അടുക്കളയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഡൈനിങ് ടേബിളിൽ വെള്ളം ഇരിക്കുന്നുണ്ട്. കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു. അത്ര നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അല്ല താനെന്തിനാ ഇവിടെ മാറി നിൽക്കുന്നത്? തൻ്റെ വീട് തൻ്റെ അടുക്കള, പിന്നെ പോയി ആഹാരം എടുത്ത് കഴിച്ചാൽ എന്താ കുഴപ്പമിരിക്കുന്നത്? അതെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വിക്രം അങ്ങ് ചെല്ലുമ്പോൾ വേദ അടുക്കള പാത്രം കെടുമായിരുന്നു. വിക്രം പറഞ്ഞു അതെ നമുക്ക് ആഹാരം കഴിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. അതെ ഞാൻ കഴിച്ചെന്ന് പറയാം. കഴിച്ചോ? അതെ ഞാൻ കഴിച്ചു. എന്നാൽ എനിക്ക് വേണമെന്ന് പറയണേ. അതെ ഇനിയിപ്പം തരാൻ പറ്റില്ലെന്ന് പറയാം. അതെന്താ? ബാക്കി വന്ന ചോറൊക്കെ ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റ് ഇട്ടെന്ന് പറയണേ. വേസ്റ്റ് ബാസ്ക്കറ്റിലോ ചോറോ? ഇടി അതെന്തിനാണ് നീ അങ്ങനെ ഇട്ടെ? അല്ലേ വിക്രത്തിനല്ലേ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഇവിടെ വെച്ചാൽ ഇത് വേസ്റ്റായി പോകത്തുള്ളൂ. അതെ പിന്നെ വേസ്റ്റ് ബാസ്ക്കറ്റ് തട്ടിയേക്കാന്ന് ഓർത്ത് അങ്ങോട്ടേക്ക് എടുത്ത് തട്ടിയെന്ന് പറയണം. ഇത് കേട്ടോ വിക്രം പറഞ്ഞു എന്ത് പരിപാടിയാ വേദ നീ കാണിച്ചെന്ന് ചോദിക്കുക. എന്താ കുഴപ്പം? വിക്രത്തിന് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അത് പിന്നെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു നിർത്തോണ്ട് അപ്പം തന്നെ എന്ത് കൊണ്ട് കൊട്ടിക്കളയുവാണ് ചെയ്യണ്ടേ എന്ന് ചോദിക്കുകയാണ്. എനിക്കങ്ങനെ കളയാൻ മനസ്സൊന്നും ഇല്ലായിരുന്നു വിക്രു, പക്ഷെ എന്ത് ചെയ്യാനാന്ന് പറ. അവസ്ഥ ഇതായി പോയില്ലേ? ഇനി ഇവിടെ വെച്ച് വളിപ്പിച്ച് കുളിപ്പിച്ച് വെക്കേണ്ട കാര്യമില്ലല്ലോ. അതോർത്തോണ്ട ഞാൻ ഒരാൾ തിന്നിട്ടുണ്ടെങ്കിൽ ഇത്രയല്ലേ കഴിക്കുള്ളൂ. അതുകൊണ്ട് ബാക്കി കൊണ്ട് കളഞ്ഞെന്ന് പറയണം. തോട്ടം വിക്രത്തിന് നല്ല ദേഷ്യം. വിശന്നിട്ട് കണ്ണ് കാണത്തില്ല എന്ന് പറയാം. വേദ പറഞ്ഞിട്ട് കാര്യം ചെയ്യാം, റവ ഇരിപ്പുണ്ട്, കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി തരട്ടേന്ന് ചോദിക്കും. നിന്റെ ഉപ്പുമാവ് ഒന്ന് പൊയ്ക്കോണമെന്ന് പറയണം. ആണോ? എന്നാൽ ശരി കുഴപ്പമില്ല അവിടെ ഇരുന്നോളം പറഞ്ഞിട്ട് വേദ അങ്ങോട്ട് മാറാൻ നടക്കുമ്പോൾ വിക്രത്തിന് ദേഷ്യമായി. വിക്രം പറഞ്ഞു ഇനി എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ഓർത്തിട്ട് നോക്കിയപ്പോൾ അടുക്കള റവ കാണും. റവ നോക്കാന്നോർത്ത് അങ്ങനെ റവട്ടിനെ നോക്കുവാണ്. ഈ സമയം വേദ അവിടെ മാറി നിൽക്കുക. വേദ ചോദിച്ചു എന്താ വിക്രു നോക്കുന്നേ? റവയാണോന്ന് ചോദിക്കും. അതെ മഞ്ഞ അടപ്പുള്ള ഡബ്ബയ്ക്കകത്ത് ബോട്ടിലിനകത്ത് ഇരിപ്പുണ്ടെന്ന് പറയണം. അങ്ങനെ എന്താണ് വിക്രം പോയി റവ എടുത്ത് വെച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വിക്രത്തിന് അറിയത്തില്ല. അപ്പോൾ വേദ ചോദിച്ചു നിനക്ക് ഉപ്പാവൊക്കെ ഉണ്ടാക്കാൻ അറിയാവോ വിക്രൂന്ന് ചോദിക്കുക. പിന്നെ എനിക്ക് ഉപ്പാവൊക്കെ ഉണ്ടാക്കാൻ അറിയാം, നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ടെന്ന് പറയണം. നീ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലെന്നോ? അതെ അല്ല ഞാൻ കരുതി ഗുണ്ടാപ്പണി മാത്രമായിരിക്കുന്നത്. പിന്നെ ഗുണ്ടാപ്പണി മാത്രം എന്നോടാ നിന്റെ കളി എന്നൊക്കെ പറയണം. പിന്നീട് വിക്രം എന്ത് ചെയ്യണം? ഒരു പാത്രം നിറച്ച് കുറേ വെള്ളം എടുത്ത് അങ്ങോട്ട് വെക്കുകയാണ്. പിന്നീട് ആ റവ അതിനകത്തേക്കിട്ട് കഴുകാൻ തുടങ്ങുകയാണ്. അല്ല ഇതെന്താ വിക്രു നീ കാണിക്കാൻ തുടങ്ങുന്നത്? പിന്നെ റവ കഴുകണ്ടെന്ന് ചോദിക്കുകയാണ്. കഴുകാനോ? ദൈവമേ അത് കഴുകൊന്നും വേണ്ട, റോസ്റ്റഡ് റവയാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞ റോസ്റ്റർ ആയതുകൊണ്ട് കഴുകുന്നില്ല. ഓഹോ അല്ലായിരുന്നു നിങ്ങളിപ്പോൾ റവ കഴുകാനോ അല്ലേന്ന് ചോദിക്കുകയാണ്. എൻ്റെ പൊന്നെ ഇതുപോലെ ഒരു തിരുമണ്ട, ഇതെന്താ വല്ല അരിയോ മറ്റോ ആണോ കഴുകാനെന്ന് ചോദിക്കുകയാണ്. ആ സമയം പറഞ്ഞ് വിക്രം പറഞ്ഞു എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ ഇത്ര വൃത്തിക്ക് ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ടാ കഴുകാൻ തീരുമാനിച്ചെന്ന് പറയാം. വേദയ്ക്ക് ചിരി വന്നു. വേദയ്ക്ക് മനസ്സിലായി ABCD അറിയത്തില്ല എന്നുള്ള കാര്യം പാചകത്തിൻ്റെ. പിന്നീട് വിക്രം കുറച്ച് വെള്ളം കൊണ്ടുപോയി അങ്ങോട്ട് വെക്കുവാണ് അടുപ്പത്തേക്ക്. ചായ തിളപ്പിക്കുന്ന പാത്രം പോലെ പാത്രത്തിനകത്തേക്കാണ് വെള്ളം എടുത്ത് വെക്കുന്നത്. ഈ സമയത്ത് വേദ ഓർത്തു ഇതെന്തിനാ പോലെ ഇന്ന് കാണിക്കണേ. പിന്നീട് വേദ ചോദിച്ചു ഇതെന്തിനാ? ഇതെനിക്ക് ഉണ്ടാക്കാൻ അറിയാമെന്ന് പറയണം. ഇത്രയും വെള്ളം വെച്ചാൽ റവ ഉണ്ടാക്കാനായിരിക്കില്ലേ, അതിനകത്തേക്ക് കൊട്ടിയിടാനായിരിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ വിക്രു അറിയത്തില്ലെങ്കിൽ ചോദിച്ചാൽ പോരെ, പിന്നെ എനിക്ക് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയണം. ഇതേടം വേദ പറഞ്ഞു അങ്ങനെയല്ല ഉണ്ടാക്കണേ. ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് ചീനിച്ചട്ടി ചൂടാക്കി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇഞ്ചി ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് വേണം ഉണ്ടാക്കാനെന്ന് പറയാം. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണെന്ന് പറയണം. തീടം വേദ പറഞ്ഞു സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. സിമ്പിളായിട്ടൊന്നുമല്ല, ഞാൻ ഇച്ചിരി നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാന്നൊക്കെ പറയണം. ആ സമയത്ത് വേദ ഇങ്ങനെ നോക്കി ആയിക്കോട്ടെ ഞാനെന്നാൽ ഇനിയൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ്. പിന്നീട് വിക്രം എന്ത് ചെയ്യാണ്? ചീനിച്ചട്ടിയൊക്കെ എടുത്ത് അടുപ്പ് വെച്ചു, എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. പിന്നീട് എന്ത് ചെയ്യണം? കടുക് പൊട്ടിച്ചതിന് ശേഷം
സബോള എടുക്കുന്നുണ്ട്. 2-3 വലിയ സബോളയൊക്കെ എടുത്ത് അത് കറുമുറ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഇടാനായിട്ട്. വേദ ഇങ്ങനെ അന്താളിപ്പോടെ നോക്കി നിൽക്കുകയാണ് ഇത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നീട് വിക്രം ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന വേദ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി അങ്ങനെ സെറ്റ് ചെയ്ത് പിന്നീട് വിക്രം വേദയോട് പറഞ്ഞു, അതെ വരുവാണെങ്കിൽ ഒരു പ്ലേറ്റ് എടുത്തോണ്ട് വരുവാണെങ്കിൽ കൊതിക്ക് വേണ്ടിയിട്ട് ഒരു ഇത്തിരി തരാം, ഒത്തിരി ഒന്നും ചോദിക്കരുതെന്ന് പറയണ. അത് കേട്ടപ്പോൾ പറഞ്ഞു വേദ പറഞ്ഞു എനിക്ക് വേണ്ടായെന്ന് പറയണേ. അതെ നിനക്ക് തരാൻ ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല ഞാൻ പറഞ്ഞേ, പക്ഷേങ്കിൽ എന്താ പറയുക എനിക്ക് കൊതി കിട്ടണ്ടല്ലോ എന്ന് കരുതിയിട്ടാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം വേദ പറഞ്ഞു, അതെ എനിക്ക് ഈ ഇത്തിരി ഉപ്പുമാവിന് വേണ്ടിയിട്ട് കൊതി വെക്കേണ്ട യാതൊരു കാര്യമില്ലെന്ന് പറയണം, തന്നെ അങ്ങോട്ട് കഴിച്ചാൽ മതി. അതെ കഴിച്ച് തൃപ്തിപ്പെടുന്ന കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിൽക്കണമെന്ന് പറയാം. ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം ഒരു പ്ലേറ്റിനകത്ത് കുറച്ച് ഉപ്പാവ് എടുക്കണം. തന്നോട് അവളുടെ കളി താൻ ആരാന്ന് ഇവൾക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ജാടിയോടുകൂടി അഹങ്കാരത്തോട് കൂടിയിട്ട് ഉപ്പുമാവൊക്കെ പ്ലേറ്റിനകത്തേക്ക് എടുത്തു വെച്ചു. പിന്നീട് അങ്ങനെ ഡൈനിങ് ടേബിളിലേക്ക് വന്നിങ്ങനെ ഇരിക്കണം. കഴിക്കാണ്ട് തുടങ്ങുന്നതിന് മുമ്പ് വേദയോട് പറഞ്ഞതേ കൊതി വിട്ടോട്ട് എൻ്റെ വയറ് കേടാക്കരുതെന്ന് പറയണം. അയ്യോ കൊതി വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വേദ എങ്ങ് നിൽക്കുകയാണ്. വിക്രയുടെ അടുത്ത് കുറച്ചെടുത്ത് വായിലേക്ക് വെച്ച് വിക്രത്തിന് തുപ്പാനും പറ്റില്ല ഇറക്കാനും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. പെട്ടെന്ന് വിക്രം അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് പോവാണ്. ആ ഉപ്പുമാവ് അവിടെ വെച്ചിട്ട് വേദ ഓർത്ത് ഇത് എന്ത് പറ്റി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്നത് കഴിച്ചില്ലല്ലോ. നേരെ വാഷിംഗ് ബേസിലേക്ക് പോയിട്ട് ആ തുപ്പിക്കളഞ്ഞിട്ട് ആകെപ്പാടെ വല്ലാത്തൊരു വെപ്രാളം കാണിക്കണം. എന്തോ കാര്യമായിട്ടുണ്ടല്ലോ എന്തായിരിക്കും സംഭവിച്ചത് എന്ന് എഴുതിയിട്ട് വേദയെ ഉപ്പുമാടിച്ച് ടേസ്റ്റ് ചെയ്ത് വയ്ക്കുക. അയ്യോ ഉപ്പ് കാരണം വായി വെക്കത്തില്ല. ഇപ്പോഴാണ് ഉപ്പുമാവിൻ്റെ പേര് കൃത്യമായത് ഉപ്പുമാവ്. 1 കിലോ ഉപ്പാന്ന് തോന്നേ ഒരു ഇത്തിരി ഉപ്പുമാവിനകത്ത് കിട്ടിയേക്കുന്നത്. അയ്യോ വെറുതെ അല്ല കഴിക്കാത്ത. പിന്നീട് വിക്രം അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ വേദ ചോദിച്ചു എന്ത് പറ്റി വിക്രം എന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഞാൻ ഉപ്പ് കൂടിപ്പോയല്ലേ എന്തായിരുന്നു. അയ്യേ കഷ്ടം തന്നെ, ഇത്തിരി ഉപ്പുമാവ് പോലും ഉണ്ടാക്കാൻ അറിയാൻ പറ്റാത്തൊരു ഗുണ്ടയാണോ നിങ്ങളെന്ന് ചോദിക്കുക. ഗുണ്ടകൾക്ക് തന്നെ നാണക്കേടാണല്ലോ വിക്രം ഇത്. അതെ ഗുണ്ടകളുടെ പേര് കളയാനായിട്ട് ഇങ്ങനെ ഒരാള് ഉപ്പുമാവ് പോലും ഉണ്ടാക്കാൻ അറിയാത്ത ഗുണ്ടകൾ ഇന്നത്തെ കാലത്തിലോ ഈ ലോകത്തുണ്ടോയെന്ന് ചോദിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടോ. ഈ സമയം വേദ പറഞ്ഞു കഷ്ടം തന്നെ എന്നും പറഞ്ഞിട്ട് വേദയും കൂടെ പോവാണ്. വിക്രം ഇങ്ങനെ ആലോചിച്ചു ഇപ്പോൾ പറഞ്ഞ് ശരിയാണോ, തന്നെ കളിയാക്കിയതാണോ, ഈ ഗുണ്ടകളും ഉപ്പുമാവും തമ്മിൽ ഇനി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ വിക്രം ഇങ്ങനെ വിചാരിക്കുകയാണ്. ആ സമയത്ത് രാധ ആകെപ്പാടെ വിഷമിച്ച് തിണ്ണേ വന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും മാലതി ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് മോളിത് കുടിക്കാൻ പറയണം. വിഷമിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ മോളെ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലമ്മേന്ന് പറയാം. അതെ ഇപ്പം ചിന്തിച്ചിട്ട് കാര്യമില്ല, ഞാൻ പറഞ്ഞാലേ ആ പൈസയൊക്കെ എടുത്ത് വക്കീലിന് കൊടുക്കണ സമയത്ത് നമ്മുടെ സ്വന്തം കാര്യം നോക്കിയിട്ട് വേണമെന്ന്. അപ്പം ഞാൻ പറയുന്നത് നീ അനുസരിച്ചില്ല. ഇപ്പം വന്നിട്ട് എങ്ങനെയുണ്ട്, വിക്രം രക്ഷിക്കാൻ വന്നോ ഇല്ലല്ലോ എന്ന് പറയണം. ഇനിയിപ്പം ഒരു കാര്യം ചെയ്യാം, ബാ ഞാനും കൂടെ മോളോടൊപ്പം വരാം. അയാളുടെ പോയി കയ്യെ കാലെ വീണിട്ടാണെങ്കിലും ഓട്ടോറിക്ഷ തിരികെ വാങ്ങാന്ന് പറയാം. അമ്മേ ഇന്ന് ഒരു ദിവസം അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ അത് അവർ മിക്കവാറും ആർക്കെങ്കിലും ലേലത്തിൽ കൊടുക്കുക എന്തേലും ചെയ്യുമെന്ന് പറയണം. അപ്പോഴേക്കും അങ്ങോട്ട് വന്നിട്ട് അയ്യപ്പൻ പറഞ്ഞു അങ്ങനെയാണോ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ, നീ ഇങ്ങോട്ട് മോളെ നമുക്ക് രണ്ടൊക്കെ ഒരുമിച്ച് പോയി ചോദിക്കാം, അവൻ്റെ ഗുണ്ടായുസ് ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കാം. അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണ്, ഓട്ടോറിക്ഷ പിടിച്ച് വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും മാലതി പറഞ്ഞു 2 എണ്ണം അടിച്ചതിൻ്റെ പേരില്ലേ നിങ്ങൾ ഗുണ്ടായുസം കാണിക്കാൻ അങ്ങ് നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് അവർക്കറിയാമെന്ന് പറയാം. രാധ പറഞ്ഞു അച്ഛനൊന്നും മിണ്ടായിരിക്കുക, അങ്ങനെ ഒന്നും ചെയ്യാനോ പറയാനോ പറ്റുന്ന കാര്യമൊന്നുമില്ല. നമ്മൾക്ക് ഈ പൈസ ഇടുന്ന സമയത്ത് അവർ അതിൻ്റെ ഉടമസ്ഥാവകാശം കാര്യങ്ങളൊക്കെ എഴുതി മേടിച്ചിട്ടാ അങ്ങോട്ട് വെക്കുന്നത്. പിന്നെ ആ പേപ്പർ തിരികെ തരണമെങ്കിൽ നമ്മൾ ഈ പൈസ മൊത്തം അടച്ചു തീർക്കണം, അല്ലെങ്കിൽ അതുവരെ ഈ ഓട്ടോയുടെ അവകാശം അവർക്കായിരിക്കും. കേസ് കൊടുത്താലും നമ്മൾ ജയിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അയ്യപ്പൻ ചോദിച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്യും. മാലതി പറഞ്ഞ് എന്ത് ചെയ്യാനാ, പൈസ അടച്ച ഓട്ടോറിക്ഷ കിട്ടും, അല്ലാതെ എന്ത് ചെയ്യാനെന്ന് പറയാം. അന്നൊരു കാര്യം ചെയ്യുമ്പോളെ ഒരു 150 രൂപ നീ ഇങ്ങോട്ട് താട്ടും, ഞാൻ അതടിച്ചിട്ട് ഞാൻ പോയി നേരിട്ട് എന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കാമെന്ന് പറയണം. മാലതി പറഞ്ഞു കഷ്ടം തന്നെ, ഈ സമയത്ത് മോളോട് പൈസ ചോദിക്കാണ്ട് നിങ്ങളൊരു അച്ഛൻ തന്നെയാണോന്ന് ചോദിക്കുകയാണ്. ആ സമയം അയ്യപ്പം എടി അല്ലടി ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് അടിക്കുവാണെങ്കിൽ മിണ്ടാതെ പോയിക്കോ അവിടെ നിന്ന് പറയണം. അപ്പോഴേക്കും രാധ പറഞ്ഞു അച്ഛാ ദൈവത്തെ ഓർത്തൊന്ന് പോയി തരാമോ, എനിക്ക് ഇത്തിരി സമാധാനം വേണ്ടത്, അതും കൂടെ കിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോഴേക്കും അയ്യപ്പൻ പറഞ്ഞു ഇനിയിപ്പം ഞാൻ എവിടെ ഇരിക്കുന്നില്ല, ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പൻ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് രാധയെ മാലതി ആശ്വസിപ്പിച്ചു പോട്ടെ മോളെ സാരമില്ല, എന്തേലും ഒരു വഴി ഉണ്ടാക്കാം, ഭഗവാൻ എന്തേലും ഒരു വഴി കാണിച്ചു തരുമായിരിക്കും എന്ന് പറയണം. എന്ത് ചെയ്യാനമ്മേ, എവിടെ നിന്നെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഇതാ പറയണേ അവനവൻ്റെ തല നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണമെന്ന്, മറ്റുള്ളവരുടെ കഷ്ടത്തിൽ കൊണ്ട് വെച്ചിട്ട് കൊടുത്തിട്ട് കാര്യമുണ്ടോ, ഇപ്പം കണ്ടില്ലേ നീ കിടന്ന് അനുഭവിക്കുന്നത് എന്നൊക്കെ പറയണം. രാധയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു, എന്ത് ചെയ്യണം നടത്തില്ല. ആ സമയം മാലതി പറഞ്ഞു വിക്രത്തിൻ്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്കിയേ, അവൻ കല്യാണം കഴിഞ്ഞ സുഖമായിട്ട് ജീവിക്കുന്നു, എന്നിട്ടോ നീ അവൻ്റെ പിന്നാലെ നടന്ന് കയ്യിലെ പൈസയും കൊടുത്തിട്ട് ഇപ്പോൾ ഓട്ടോറിക്ഷ ഇല്ല, ജോലിയും കൂലിയും ഇല്ലാത്തൊരവസ്ഥയെ വീട്ടിൽ കയറി ഇരിക്കുന്നു.
എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, പക്ഷേ എങ്കിൽ നിന്റെ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണ് എനിക്ക് വിഷമം എന്നൊക്കെ പറയണം. പിന്നീട് രാധയൊന്ന് സമാധാനിപ്പിക്കുക, നീ ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുകയാണ്. ഈ സമയത്ത് വിക്രത്തിന് ഭയങ്കര വിശക്കാൻ തുടങ്ങി. കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വിശന്നിട്ടാണ് കണ്ണ് കാണാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ അങ്ങനെയൊക്കെ എഴുതിയിട്ട് അങ്ങ് ചെല്ലുമ്പോഴത്തേനും വേദ എന്തിയാ അവിടെ ചപ്പാത്തി വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിക്രം ഒന്നും അറിയത്തില്ലാത്തപ്പോൾ ഒരു ചിരിയൊക്കെ ചിരിച്ചു പോയി കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുകയാണ്. ആ സമയത്ത് വേദ ചോദിച്ചു, അല്ല ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്, വിക്രത്തിനാണ് കൂടിയുള്ള ഉണ്ടാക്കണമെന്ന് ചോദിക്കും. എനിക്കൊന്നും വേണ്ട, നീ ഉണ്ടാക്കുന്ന ചപ്പാത്തി ഞാൻ കഴിക്കാനോ, എനിക്ക് എൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ പട്ടിണി ഇരുന്നോളാന്ന് പറയണം. ആ സമയത്ത് വേദ പറഞ്ഞ് ആയിക്കോട്ടെ എന്ന് പറയാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ വേണമെന്ന് പറയല്ലെന്ന് പറയണം. പിന്നെ അതിന് എൻ്റെ പേര് പട്ടിക്കിടണമെന്ന് പറയാം. അല്ല നിങ്ങളുടെ പേര് വിക്രം ശ്രീനിവാസൻ തന്നെയല്ലേ? നിങ്ങൾ ഒരു ഗുണ്ടയല്ലേന്ന് ചോദിക്കണം. ഗുണ്ടയോ? എപ്പോഴും നീ ഇങ്ങനെ ഊന്നി പറയണ്ട ഗുണ്ടാന്ന്. അതൊരു ക്രെഡിറ്റ് ആയിട്ട് എടുത്താൽ മതി വിക്രവും. ഗുണ്ടാ വിക്രം കേൾക്കുമ്പോൾ അതിന് എന്തൊരു അന്തസ്സാന്ന് ചോദിക്കണം. ഇത് കേട്ടുകഴിഞ്ഞ് വിക്രം പറഞ്ഞ് വേണ്ട നീ കൂടുതൽ എനിക്കിട്ട് പണിയാൻ വരണ്ടെന്ന് പറയും എന്ന് പറഞ്ഞിട്ട് വിക്രം ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് വർഷയുടെ വീട്ടിലേക്ക് ചന്ദ്രശേഖർ വരുവാണ്, വർഷയുടെ അച്ഛൻ വരുവാണ്. പത്മയാണെങ്കിൽ കഥ തുറന്നു കൊടുത്തേ. അല്ല എന്താ ചന്ദ്രേട്ട ഈ സമയത്ത് ചോദിക്കുക. അത് പിന്നെ ഞാൻ മോളെ ഇന്ന് കാണാൻ വേണ്ടി വന്നാന്ന് പറയണം. വർഷയെ കാണാനോ? വർഷയെന്ന് കാണാം, പിന്നെ കുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. എന്തോ ഒരു മുത്തശ്ശനായി കഴിയുമ്പോഴത്തേനും ഇങ്ങനെയൊക്കെ ആയിരിക്കില്ലേ, ആദ്യത്തെ പേരക്കുഞ്ഞായതിൻ്റെ ഒരു സന്തോഷമായിരിക്കും. ഇത്രയും ദിവസം വീട്ടിൽ നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അവനെ കാണാതിരിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം. എന്നാൽ ശരി. അല്ല ശങ്കരേട്ടൻ എന്തെന്ന് ചോദിക്കാം. ശങ്കരേട്ടൻ കിടക്കുമെന്ന് പറയണം. എന്നാൽ ഞാൻ ശല്യപ്പെടുത്തുന്നില്ല, ഞാൻ കുഞ്ഞിനെ ഒന്ന് പോയി കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നേരെ വർഷയുടെ മുറിയിലേക്ക് ചെല്ലുവാണ്. ആ സമയം വർഷ കുഞ്ഞിനെ ഉറയിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അങ്ങനെ കഥ ബെല്ലും മുട്ടുന്ന കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പോയി കഥ തുറന്നു വർഷ. അച്ഛനായിരുന്നോ? ഞാൻ കരുതിയത് ഇവിടുത്തെ അച്ഛനായിരിക്കും എന്ന് കരുതിയത്. അല്ല മോൾ ഉറങ്ങിയായിരുന്നു ചോദിക്കും. ഇല്ല ഞാനിവനെ ഉറക്കിക്കൊണ്ടിരിക്കുമായിരുന്നു പറയണം. പത്മ പറഞ്ഞ് നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാൻ പോയി എന്തെങ്കിലും ചായ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞ് പത്മ അങ്ങോട്ടേക്ക് പോവാണ്. എന്താച്ചാ ഈ സമയത്ത് അത് പിന്നെ എനിക്ക് മോനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നാന്നൊക്കെ പറയണം. അതൊന്നുമല്ല, വേറെന്തോ കാര്യമായിട്ടുണ്ട്, എനിക്കറിയാമല്ലോ അച്ഛനെ എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് ചന്ദ്രശേഖരൻ പറഞ്ഞു, അതെ ഞാൻ വന്നതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടെന്ന് പറയണം. കാരണോ? എന്ത് കാരണം? അല്ല നിനക്കറിയാലോ ഇനിയിപ്പോൾ ആ വേദ ഇങ്ങോട്ടേക്ക് വരുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. വേദയും ദർശനം തമ്മിൽ ഒന്നാവുന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ലടി മോളെ എന്ന് പറയാം. അല്ല അതിപ്പം അതാ ഞാൻ പറഞ്ഞേ, അത് നടക്കുന്ന ബന്ധമല്ല. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് ഇനിയിപ്പോൾ ഒരു വഴി മാത്രമേ ഉള്ളൂ, അവളെ അവളുടെ പാട്ടിന് അങ്ങോട്ട് വിട്ടേക്കുക എന്ന് പറയണം. അല്ല അതിനിപ്പോൾ എന്താ വെച്ചാൽ കുഴപ്പം, അവൾ എന്തേലും ചെയ്യട്ടെ, ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ലെന്ന് പറയണം. പക്ഷെ മോളെ ഒരു കാര്യമുണ്ട്, നിന്റെ അമ്മായച്ചൻ്റെ കാര്യം അറിയാലോ, ശങ്കരേൻ്റെ കാര്യം അറിയാലോ. 2 അറ്റാക്ക് വന്ന ആളാ. ഇനി ഒരു അറ്റാക്ക് കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിടിച്ചു നിർത്താൻ പറ്റിയെന്ന് വരത്തില്ല, അറിയാലോ. ജീവൻ ചിലപ്പോൾ തിരിച്ചു കിട്ടില്ല എന്ന് പറയണം. അച്ഛൻ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണം. മോളെ ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞേ. ഞാൻ ഡോക്ടറെ കയറി കണ്ടായിരുന്നു, ഡോക്ടറോട് കാര്യങ്ങളൊക്കെ തിരക്കായിരുന്നു. പിന്നെ നിങ്ങളെയൊക്കെ പാനിക്കാക്കേണ്ടത് കരുതിയിട്ട് ഡോക്ടർ നിങ്ങളോട് കൂടുതലൊന്നും പറയായിരുന്നെന്ന് പറയണം. എന്താ അച്ഛാ? അത് പിന്നെ ഡോക്ടർ പറഞ്ഞു ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെയാണെന്ന് പറഞ്ഞു. ഇനിയൊരു അറ്റാക്ക് കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ജീവൻ കിട്ടത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ നടത്തി വെക്കണമെന്ന് പറയാം. കാര്യങ്ങളോ? അതെ, എപ്പോഴേ നിമിഷം വേണേലും അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കണ്ട സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതെന്ന് ചോദിക്കാം. അതിപ്പം ഞാൻ എന്ത് ചെയ്യണം അച്ഛാന്ന് ചോദിക്കാം. മോളെ ആ വേദയ്ക്ക് എന്താണെങ്കിലും കൊടുക്കേണ്ട കാര്യമുണ്ടോ? ആ ഗുണ്ടയായിട്ട് കിടക്കുന്ന അവൻ അങ്ങനെ കൊണ്ട് ഈ സ്വത്തുക്കളൊക്കെ സൂക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ഒന്നുമില്ല. ഇവിടുത്തെ സ്വത്തുക്കളൊക്കെ, ഇവിടുത്തെ സ്ഥാപന ജമുഖ വസ്തുക്കളും ഇവിടുത്തെ സ്വത്തുക്കളും കാര്യങ്ങളും എല്ലാം 2 പേർക്ക് ശ്രീകാന്തിനും ദീപ്തിക്കും ആയിട്ട് എഴുതി വെച്ചാൽ പോരെ? അതല്ല എൻ്റെ ശരി. വേദയ്ക്ക് എന്തെങ്കിലും കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും. അല്ല അത് പിന്നെ അച്ഛാ അതൊക്കെ നടക്കുന്ന കാര്യമാണോ? നടക്കണം. നീ ശ്രീകാന്തിനോട് കാര്യമായിട്ട് കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറയാം. അത് പിന്നെ അച്ഛാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അത് സമ്മതിപ്പിക്കേണ്ട കടമ നിനക്കുണ്ടെന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, ശ്രീകാന്തിന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ചാൽ മതി. അറിയാലോ എന്ത് ചെയ്യണം എങ്ങനെയാണോ ഞാൻ നിന്നോട് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? അത് വേണ്ടെന്ന് വെത്തി നീ കൈകാര്യം ചെയ്യണം. കാരണം നാളെ അങ്ങേർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വേദ ഇവിടെ വന്ന് അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കും. അതൊരു കാരണവശാലും ഉണ്ടാവരുതെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് വർഷ പറഞ്ഞു, ശരി ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കട്ടെ അച്ഛാ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നൊക്കെ പറയണം. ഞാനൊന്ന് പറഞ്ഞു നോക്കാം ശ്രീകാന്തേട്ടനോട് എന്നൊക്കെ പറയണം. പിന്നീട് വേദ ആഹാരം കഴിക്കാണ്ട് 2 പ്ലേറ്റ് എടുത്തു വെച്ചു. അപ്പം തൻ്റെ പ്ലേറ്റിനകത്ത് എടുത്തു വെച്ചിട്ട് ശ്രീകാന്തിനല്ല വിക്രത്തിന് എടുക്കണോ വേണ്ടോ എന്ന് ആലോചിച്ചു. ഒന്ന് വിളിക്കാമെന്ന് കരുതിയിട്ട് വേദ പോയി വിളിക്കുകയാണ്. അപ്പോഴേക്കും വിക്രം ഇങ്ങനെ മൂടിപ്പറിച്ച് കിടക്കുകയാണ്. പിന്നീട് വിക്രത്തെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ആഹാരം എടുത്തു വെച്ചിട്ടുണ്ട്, വാ കഴിക്കാമെന്ന് പറയണം. എനിക്കെങ്ങും വേണ്ടാന്ന് പറയണം.
വെറുതെ പട്ടിണി കിടക്കണ്ടെന്ന് പറയണം. എനിക്ക് വേണ്ടാന്ന് പറയണം. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ എന്താണെങ്കിലും കഴിക്കാൻ പോവാ, എനിക്ക് വയറ്റ് ഗ്യാസ് കെട്ടി നെഞ്ചരിച്ചിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേദ അങ്ങോട്ട് കഴിക്കാൻ പോയി. പിന്നെ ഒരു ദിവസം ആഹാരം കഴിച്ചില്ലെന്ന് ഓർത്തുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് വിക്രം വീണ്ടും ഒന്നുകൂടെ അവിടെ കിടക്കുവാണ്. ഈ സമയം വേദ പോയി ആഹാരം എടുത്തിക്കാനായിട്ട് ചപ്പാത്തി എടുത്ത് വെച്ചു, വെജിറ്റബിൾ കുറുമയൊക്കെ ഒഴിച്ചു. അപ്പോൾ അതിൻ്റെ സ്മെല്ല് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് കിടക്കത്തില്ല. എന്തൊരു സ്മെല്ലാ, ഇത്ര നല്ലൊരു ഇതുണ്ടായിരുന്നോ? ആ മസാലയുടെയൊക്കെ മണം വരുമ്പോഴത്തേനും ഭയങ്കര രുചിയായിരിക്കും ആ കറിക്ക് എന്നൊക്കെ വിക്രം ഓർത്തിങ്ങനെ കിടക്കണം. അവസാനം വിക്രത്തിന് ദേഷ്യം വന്നു. വിക്രം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് തലവഴി മൂടിപ്പോയിച്ച് കിടക്കണം മണം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. നാണക്കേടല്ലേ പോയിട്ടുണ്ടെങ്കിൽ. അങ്ങനെ വേദ ആഹാരം കഴിച്ചു. പിന്നീട് വിക്രത്തിനുള്ള അവിടെ എടുത്ത് വെച്ച് മൂടിപ്പെറുക്കി വെച്ചിട്ട് വീണ്ടും വിക്രത്തിൻ്റെ അരിയിലേക്ക് വരുവാണ്. അതേ വിക്രു, കഴിക്കുന്നുണ്ടെ പോയി കഴിക്കുക, ഇതെന്തിനെങ്കിലും ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് തല മൂടിപ്പോയിച്ച് കിടക്കണമെന്ന് ചോദിക്കാം. അതെ, എനിക്ക് കിടന്ന് ഉറങ്ങണം. അതിന് ഉറങ്ങാനുള്ള സമയം ആയില്ലല്ലോ. അതെ, എനിക്ക് ഉറങ്ങണമെന്ന് പറയാം. അന്നൊരു കാര്യം ചെയ്യേ, ഞാനും കിടക്കാൻ പോകുന്നുണ്ട്. നീ കിടക്കാനോ? എവിടെ? ഇവിടെ, അല്ലാതെ പിന്നെ എവിടെയാ? ഇവിടെ ഒന്നും വേണ്ട, നീ വേണമെങ്കിൽ പോയി ആ ഹാളിൽ പോയി വിരിച്ച് കിടന്നാൽ മതി. അതെന്ത് വർത്താനാ വിക്രു പറയണേ? ഞാൻ വിക്രുവിൻ്റെ ഭാര്യയല്ലേ? ഒന്നല്ല 3 വട്ടം എൻ്റെ കഴുത്തിൽ താലി കെട്ടി വയ്ക്കുന്നേ. അപ്പം പിന്നെ ഞാനിവിടെ അല്ലേ കിടക്കണ്ടേന്ന് ചോദിക്കും. ദേ, വെറുതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ എൻ്റെ വിക്രു. അതെ, ഞാനല്ലേ ശരിക്കും പേടിക്കണ്ടേ? ഞാൻ ഇവിടെ തന്നെ എന്താളും കിടക്കാൻ പോകുന്നുള്ളൂ എന്ന് പറയാം. അതിങ്ങനെ വെട്ടുപോത്തിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ എന്ന് പറയണം. വെട്ടുപോത്ത് അല്ല, നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞാന്ന് പറയണം. പ്രണയം എന്താന്ന് പോലും അറിയത്തില്ലാത്തൊരു വെട്ടുപോത്തെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ പാടുകയാണ് അങ്ങനെ വേദ. ഈ സമയത്ത് വിക്രിച്ചു, നീ എന്തിനാ ഈ പാട്ട് പാടുന്നേ? അതെ, പ്രണയം മനസ്സിലുള്ളവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പാട്ടൊക്കെ പാടും. അത് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ഈ പറയുന്ന സംഭവം എന്താണെന്ന് അറിയത്തില്ലോ. വെട്ടുപോത്തല്ലേ നിങ്ങൾ, മുരയുടെ സ്വഭാവം എന്നൊക്കെ പറയണം. നീ എന്നെ കൂടുതൽ കളിയാക്കൊന്നും വേണ്ടാന്ന് പറയാം. കളിയാക്കിയതൊന്നും അല്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞോളെന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം വിക്രം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീ അപ്പറേനും മാറിപ്പോയി കിടക്ക്. അങ്ങനെ കിടക്കാൻ ഞാൻ ഉദ്ദേശിച്ചില്ല, ഞാൻ കിടക്കുന്നുണ്ട് ഇവിടെ കിടക്കുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം, എങ്ങാനും എന്തേലും മുടയായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നാണ്ടല്ലോ, വേദ ആരാന്നറിയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീറി നിൽക്കുകയാണ്. വിക്രം ഇങ്ങനെ അന്താളിപ്പോട് കൂടി വേദയെ നോക്കുകയാണ്. അപ്പം അതിൻ്റെ വലിയ വലിയ വിശേഷങ്ങളൊക്കെ ഇന്ന് നമ്മൾ കണ്ടേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാം കേട്ടോ. അപ്പം ഇന്ന് 1 മണിക്കൂർ നീളുന്ന വിശേഷം ആയതുകൊണ്ട് കേട്ടോ ഇത്ര കൂടുതൽ സമയം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം ഇനി നമ്മൾ കാണാൻ പോകുന്ന നെക്സ്റ്റ് വീക്ക് പ്രൊമോ കേട്ടോ. അത് ഇതിനേക്കാൾ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.